ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ലിറ്റ് ലാബ് ലേണിംഗ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഹൗ ഡസ് എ മ്യൂച്വൽ ഫണ്ട് വർക്ക്? ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഇൻവെസ്റ്റർ കോൺട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞു മ്യൂച്വൽ ഫണ്ട്സിൽ ലാർജ് നമ്പർ ഓഫ് സേവേഴ്സ് അവരുടെ സേവിങ്സ് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലെ ഫണ്ട് മാനേജർ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മ്യൂച്വൽ ഫണ്ട്. സോ അവിടെ ഇൻവെസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇൻഡിവിജ്വൽസ് ഇൻവെസ്റ്റ് മണി ഇൻ മ്യൂച്വൽ ഫണ്ട്സ് ബൈ പർച്ചേസിങ് യൂണിറ്റ്സ് ഓഫ് ഫണ്ട്സ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ എന്താണ് ഒരുപാട് യൂണിറ്റ്സ് ഓഫ് ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ലാർജ് നമ്പർ ഓഫ് സേവേഴ്സ് അവരുടെ കോൺട്രിബ്യൂഷൻസ് അവരുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്ന് മ്യൂച്വൽ ഫണ്ട്സിൽ കൊടുക്കും. ആ ഒരു മ്യൂച്വൽ ഫണ്ടിലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജറാണ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ ബി മെയ്ഡ് ആസ് എ ലംസം ഓർ ത്രൂ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്. നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് മെത്തേഡ്സ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ളത്. വൺ ഇസ് സിപ്പ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അനദർ വൺ ഇസ് ലംസം ഇൻവെസ്റ്റ്മെന്റ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ട്സിൽ. സോ ഫസ്റ്റ് ഇൻവെസ്റ്റർ കോൺട്രിബ്യൂഷൻ, ലാർജ് നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് അവരുടെ സേവിങ്സ് കൊണ്ടുവന്നിട്ട് അത് കളക്റ്റീവ്ലി ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് പൈസ അടക്കുന്നത് ലംസമായിട്ടൊരു മൊത്തം തുക ഒരുമിച്ചായിട്ട് അങ്ങനെ അടക്കാൻ പറ്റും. അല്ലെങ്കിൽ സിപ്പ് ഇൻവെസ്റ്റ്മെന്റ് പറയും, SIP ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് ഇസ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഓരോ മന്ത്ലി ഇത്ര രൂപ, അല്ലെങ്കിൽ ഒരു സാലറി ഇൻഡിവിജ്വലൊക്കെ ആണെങ്കിൽ ഓരോ മാസം ഇത്ര രൂപ മ്യൂച്വൽ ഫണ്ടിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ രണ്ട് രീതിയിൽ ഇൻവെസ്റ്റർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ദെൻ പൂളിംഗ് ഓഫ് ഫണ്ട്സ്. ദ ഫണ്ട് കളക്ട്സ് മണി ഫ്രം മൾട്ടിപ്പിൾ ഇൻവെസ്റ്റേഴ്സ് ടു ക്രിയേറ്റ് ലാർജ് പൂൾ ഓഫ് ക്യാപിറ്റൽ. അതായത് മൾട്ടിപ്പിൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സേവേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് ഒരു പൂൾ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഒരുപാട് അസറ്റ് ക്ലാസ് ഇറങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. ആൻഡ് ദിസ് പൂൾഡ് മണി ഈസ് ദെൻ യൂസ്ഡ് ടു ബൈ എ ഡൈവേഴ്സിഫൈഡ് set of assets such as stocks, bonds, money market instruments. അങ്ങനെ നമുക്ക് ആ ഒരു പൈസ ഉപയോഗിച്ചുകൊണ്ട് ലാർജ് നമ്പർ ഓഫ് സേവേഴ്സ് ആ ഒരു കുറച്ച് എമൗണ്ട് ആണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് കൊടുക്കുന്നത്. സോ ആ ഒരു എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്സ്, ബോണ്ട്സ്, റിയൽ എസ്റ്റേറ്റ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിൽ ഒരേ സമയം തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ് ക്ലാസ്സസ്. നമ്മൾ ഗ്രൂപ്പ് ഓഫ് അസറ്റ് ക്ലാസ്സസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിനെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയാം. സോ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, എ പ്രൊഫഷണൽ ഫണ്ട് മാനേജർ ഡിസൈഡ് ഹൗ ടു അലോക്കേറ്റ് ദ ഫണ്ട്സ് ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ ദ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. ആ ഒരു ഫണ്ട് മാനേജറാണ് ഏതൊക്കെ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം അത് നോക്കുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് സ്കീമുകൾ തരും. ഡെപ്റ്റ് സ്കീംസ് ഉണ്ട്, ഇക്വിറ്റി സ്കീംസ്, ഹൈബ്രിഡ് സ്കീംസ്. അപ്പോൾ ഓരോ സ്കീമിൽ പെട്ടിട്ടുള്ള അസറ്റ്സ് ക്ലാസ്സസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഡെപ്റ്റ് സ്കീമിലാണെങ്കിൽ ഒരുപാട് ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് അതിലുണ്ടാവും, ഒരുപാട് ഡിബെഞ്ചേഴ്സ് ഉണ്ടാവും, ഗവൺമെന്റ് ബോണ്ടുകൾ, ട്രഷറി ബിൽസ്. അത്തരത്തിൽ ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് നൽകുന്ന ഐറ്റംസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് മാത്രമേ അതിലുണ്ടാവുക. അപ്പോൾ നമുക്ക് ഏതാണോ, നമ്മൾ എങ്ങനെയാണോ അത് ഓപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് പറയുമ്പോൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിന്റെ ടൈപ്സ് പറയുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. നമ്മൾ ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സിൽ അറ്റ് എ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാണ്. സോ അവിടെ നമ്മുടെ റിസ്ക് ടോളറൻസ് ലെവൽ, നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് അനുസരിച്ചിട്ടാണ് ഏത് തരത്തിലുള്ള സ്കീമിൽ വേണം എന്നുള്ളത് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. For example, an equity mutual funds will primarily invest in stocks, while a debt mutual funds focus on fixed income securities. ഒരു ഫിക്സ്ഡ് ഇൻകം, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻകം ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബോണ്ട്സ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് പോലുള്ള അത്തരത്തിലുള്ള ബോണ്ട് സ്കീംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല നമുക്കൊരു ഡിവിഡൻഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ് വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റി സ്കീംസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഫിക്സ്ഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഫിക്സ്ഡ് റിട്ടേൺ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബോണ്ട് സ്കീംസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അല്ല നമുക്കൊരു ഡിവിഡൻഡ്, ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇക്വിറ്റി സ്കീംസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെറ്റ് അസറ്റ്സ് വാല്യൂ കാൽക്കുലേഷൻ. നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഒരു യൂണിറ്റ് ഓഫ് ഫണ്ട്സിന്റെ വാല്യൂ കാണുന്നതിനൊക്കെയാണ് NAV എന്ന് പറയുന്നത്, നെറ്റ് അസറ്റ്സ് വാല്യൂ. ഇത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, നമുക്കറിയാം ഒരു നെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അസറ്റ് മൈനസ് ലയബിലിറ്റീസ് എന്നാണ് നെറ്റ് എന്ന് പറയാം. സോ നെറ്റ് അസറ്റ്സ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ് ടോട്ടൽ അസറ്റ്സ്, ഓക്കെ, NAV കാണാനുള്ള ഇക്വേഷൻ ആണ് total assets minus total liability divided by number of units.
നമ്പർ ഓഫ് യൂണിറ്റ്സ് ഔട്ട്സ്റ്റാൻഡ്. ഇതൊരു ജസ്റ്റ് ഇക്വേഷൻ, നമ്മൾ NAV എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ അതാണ് NAV കാൽക്കുലേഷൻ. നമ്മളൊരു മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഏതൊക്കെ സ്കീമാണ് നോക്കുന്നു, ആൻഡ് നമ്മൾ കാര്യങ്ങളൊക്കെ പറയാം. ഒരു ഓർഡറിൽ വരുമ്പോൾ നെക്സ്റ്റ് നമ്മൾ നെറ്റ് അസറ്റ്സ് വാല്യൂ കാണുന്നത് ഡെയിലി ബേസിസിലാണ്, ദിവസവുമാണ് അതിൻ്റെ വാല്യൂ മാറുന്നത്. സോ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നെറ്റ് അസറ്റ്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ റിട്ടേൺസ് ആൻഡ് ഏർണിങ്സ്. നമുക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിവിഡൻഡ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇക്വിറ്റി സ്കീംസ് ചൂസ് ചെയ്യാൻ പറ്റും. അല്ല ഡെപ്റ്റ് സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ നമുക്കൊരു ഫിക്സ്ഡ് ഇൻകം ആണ് വേണ്ടത്. ഓക്കെ, ഡിവിഡൻഡോ അല്ലെങ്കിൽ എക്സ്ട്രാ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഒന്നും വേണ്ട, നമുക്കൊരു ഫിക്സ്ഡ് ഇൻകം ആണ് വേണമെങ്കിൽ നമുക്ക് ഡെപ്റ്റ് സ്കീംസ് ചൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് ഒക്കെ പറയുന്നത് എപ്പോഴാണ്? ഡിവിഡൻഡ് ഓർ റെഗുലർ ഇൻകം ആണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഫണ്ട്സ് ചൂസ് ചെയ്യാം. ക്യാപിറ്റൽ ഗ്രോത്ത് ആണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ക്യാപിറ്റൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി സ്കീംസ് ഒക്കെ എന്താണ് ക്യാപിറ്റൽ ഗ്രോത്തിൽ വരുന്നതാണ്. ദെൻ റിഡംഷൻ ആൻഡ് ലിക്വിഡിറ്റി. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ സെൽ, ദാറ്റ് മീൻസ് റിഡീം ദെയർ മ്യൂച്വൽ ഫണ്ട്സ് യൂണിറ്റ്സ് അറ്റ് ദ കറന്റ് NAV. നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാകുന്ന നമ്മുടെ യൂണിറ്റ് നമുക്ക് സെൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു NAV-ലാണ് സെൽ ചെയ്യുക. ദാറ്റ് ഈസ് നെറ്റ് അസറ്റ്സ് വാല്യൂ. നമുക്ക് ഇന്ന് മ്യൂച്വൽ ഫണ്ടിലെ ഒരു യൂണിറ്റ് വാങ്ങണമെങ്കിൽ നമ്മൾ ആ ഒരു NAV, ഇന്ന് എത്രയാണോ അതിൻ്റെ NAV നെറ്റ് അസറ്റ്സ് വാല്യൂ, ആ ഒരു പ്രൈസിനാണ് അത് വാങ്ങുക. ആൻഡ് നമ്മൾ സെല് ചെയ്യുമ്പോൾ ഇപ്പം എത്രയാണോ അതിൻ്റെ ആ NAV വാല്യൂ എത്രയാണോ ആ ഒരു വിലക്കാണ് നമ്മൾ സെല് ചെയ്യുക. റിഡംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ എന്നുള്ള ഒരു മീനിങ് ആണ്, അല്ലെങ്കിൽ റീപേയ്മെന്റ്. ഓക്കെ, റിഡംഷൻ ആൻഡ് ലിക്വിഡിറ്റി ഇസ് ദ ഫൈനൽ സ്റ്റെപ്പ്. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ സെൽ ദെയർ മ്യൂച്വൽ ഫണ്ട്സ് യൂണിറ്റ്സ് അറ്റ് ദ കറന്റ് NAV. ഓക്കെ, ദെൻ ഓപ്പൺ എൻഡഡ് ഫണ്ട്സ് ആൻഡ് ക്ലോസ് എൻഡഡ് ഫണ്ട്സ് ഉണ്ട്. ഓപ്പൺ എൻഡഡ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു സമയത്തും അത് വാങ്ങാനും വിൽക്കാനും പറ്റും, ആ ഒരു പേരിൽ തന്നെ നമുക്കത് മനസ്സിലാവും. ആൻഡ് ക്ലോസ് എൻഡഡ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫിക്സ്ഡ് മെച്യൂരിറ്റി പീരീഡ് ആയാൽ മാത്രമേ നമുക്കത് റിഡീം ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഫിക്സ്ഡ് മെച്യൂരിറ്റി പീരീഡ് ആയാൽ മാത്രമേ നമുക്ക് അത്തരം മ്യൂച്വൽ ഫണ്ട്സിനെ സെൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത്തരത്തിലുള്ള അത് നമ്മൾ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ടൈപ്സുകൾ പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഹൗ ഡസ് മ്യൂച്വൽ ഫണ്ട് വർക്ക്, മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യം ഇൻവെസ്റ്റർ അവരുടെ സ്മാൾ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദെൻ പൂളിംഗ് ഓഫ് ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഗ്രൂപ്പ് ഓഫ് അസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ അതിൻ്റെ NAV കാൽക്കുലേറ്റ് ചെയ്യും, നെറ്റ് അസറ്റ്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, ആ ഒരു സ്കീമിൽ ഓപ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരേ NAV ആണ് ഉണ്ടാവുക. ആ ടോട്ടൽ നമ്പർ എത്ര യൂണിറ്റ്സ് ആ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഉണ്ടെന്നുള്ളതാണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ വരിക. ദെൻ ഏർണിങ്സ്, റിട്ടേൺസ് ആൻഡ് ഏർണിങ്സ് എത്രയും നോക്കും. ദെൻ റിഡംഷൻ ആൻഡ് ലിക്വിഡിറ്റി ഇസ് ദ ഫൈനൽ സ്റ്റെപ്പ്. ഓക്കെ, താങ്ക് യു.